ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് ഒരു ആർട്ടിക്കിൾ ആദ്യം 25% ലോസിന് വിറ്റു. ഇത് കോസ്റ്റ് പ്രൈസ് ഈസ് ഡബിൾഡ്. കോസ്റ്റ് പ്രൈസ് ഡബിൾ ചെയ്തു. സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ 660 കൂട്ടുകയും ചെയ്തു. ദെൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? 20% മാറി. ഓക്കെ, 20% മാറി. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ എടുക്കുകയാണ്. ആദ്യം 25% ലോസ്. 25% ലോസ്. 25%-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ 1/4 ആണ്. 4 രൂപയുള്ള ഒരു ഐറ്റം 1 രൂപ വിറ്റിട്ട് 3 രൂപ എന്നാണ് എൻ്റെ മീനിങ്. അടുത്ത സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് ഡബിൾ. അതവിടെ നിൽക്കട്ടെ. കോസ്റ്റ് പ്രൈസ് ഡബിൾ അവിടെ നിൽക്കട്ടെ. കോസ്റ്റ് പ്രൈസ് ഡബിൾ ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് 660 കൂട്ടിയപ്പോൾ 20% പ്രോഫിറ്റ്. 20% പ്രോഫിറ്റ്. 20%-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 1/5 ആണ് ഫ്രാക്ഷൻ. 5 രൂപയുടെ ഒരു ഐറ്റം 1 രൂപ കൂട്ടി 6 രൂപയ്ക്ക് വിൽക്കണം എന്നാണ് അതിന് പറയുന്നത്. ഇനി എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കുക. കോസ്റ്റ് പ്രൈസ് ഡബിൾ ചെയ്തിരിക്കുന്നു. ഇവിടെ കോസ്റ്റ് പ്രൈസ് നോക്കുക. ഡബിൾ ആയിട്ടാണോ കിടക്കുന്നത് റേഷ്യോയിൽ? അല്ല, അത് ഡബിൾ ആക്കണം. ഡബിൾ ആക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതിനെ സെയിം ആക്കണം. ഡബിൾ ആക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ട പ്രൊസീജിയർ ഇതിനെ സെയിം ആക്കുക. സെയിം ആക്കുമ്പോൾ എനിക്ക് സെയിം ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇതിനെ 20 ആക്കണം. കോസ്റ്റ് പ്രൈസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെ ആദ്യം സെയിം ആക്കുക. 20 ആക്കാൻ വേണ്ടി ഞാൻ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 20, ഇവിടെയാണെങ്കിൽ 15. 20 ആക്കാൻ വേണ്ടി ഞാൻ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ എത്രയും 20 ഇവിടെയാണെങ്കിൽ എത്രയാവും? 24 ആവും. 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതെന്തിനാണ് നമ്മൾ ചെയ്തത്? കോസ്റ്റ് പ്രൈസ് ഡബിൾ ആകണം. ആദ്യത്തേതിൻ്റെ അപേക്ഷിച്ച് രണ്ടാമത് ഡബിൾ ആകണം. അപ്പോൾ ഇതിന് ഇനി 2 വെച്ച് മൾട്ടിപ്ലൈ ആകും. 2 വെച്ച് മൾട്ടിപ്ലൈ ആകും. ഡബിൾ ആകണ്ടേ? ഇതിൻ്റെ ഡബിൾ ആകണ്ടേ ഇത്? ഇപ്പോൾ 2 വെച്ച് മൾട്ടിപ്ലൈ ആകും. 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? ഇവിടെ 40 വരും. ഇവിടെ 48 വരും. ഇവിടെ 40 വരും. ഇവിടെ 48 വരും. ഓക്കെ, ഇനി പറഞ്ഞ് ശ്രദ്ധിക്കുക. ഇനി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ഇപ്പം എല്ലാ കണ്ടീഷനും ഓക്കെ. എല്ലാ കണ്ടീഷനും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കേസ് നോക്കുവാണെങ്കിൽ 25% ലോസ് ആണ്. നിങ്ങൾ ഇതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 3/4 തന്നെ വരുള്ളൂ. സെക്കൻഡ് കേസിൽ ഇതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ ഈ 40-ൻ്റെ 48-ൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ഇത് ഈ ഒരു റേഷ്യോ വരുള്ളൂ. അതുപോലെ തന്നെ കോസ്റ്റ് പ്രൈസ് ഡബിൾ ചെയ്തിട്ടുണ്ട്. ഇനി നോക്കുക, നമ്മൾക്ക് തന്നിരിക്കുന്ന വാല്യൂ 660 എന്ന അത് ആക്ച്വലി എന്തുവാ? സെല്ലിംഗ് പ്രൈസുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. സെല്ലിംഗ് പ്രൈസുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഇനി എന്തെടുക്കുവാണെങ്കിലും പുതിയ റേഷ്യോ എടുക്കണം. ഇവിടെ നോക്കുമ്പോൾ സെല്ലിംഗ് പ്രൈസ് തമ്മിലുള്ള വ്യത്യാസം 33 യൂണിറ്റ് വരും. ഒരെണ്ണം 48, ഒരെണ്ണം വരുന്നത് 15ആണ്. വ്യത്യാസം എത്ര വരും? 33 യൂണിറ്റ്. ഈ 33 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് 660 ഉണ്ട്. അപ്പോൾ ഒരു യൂണിറ്റ് എത്ര വരും? 20 എന്ന് പറഞ്ഞു വരും. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കുക. വാട്ട് ഈസ് ദ ഒറിജിനൽ കോസ്റ്റ് പ്രൈസ്? അപ്പോൾ 20 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആണ്. ഒരു യൂണിറ്റ് 20 ആണെങ്കിൽ 20 യൂണിറ്റ് എത്ര ആയിരിക്കും? 20 × 20. 20 × 20 എത്ര വരും? 400 ആയിരിക്കും ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. 400 ആയിരിക്കും ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതായിരിക്കും ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു.